പിന്നീട് സാഹിത്യത്തോട് കുറച്ച് താല്പര്യം വന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഞാൻ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ബാലരമയുടെ എന്തോ ഒരു ചെറിയൊരു പ്രസിദ്ധീകരണം അക്കാലത്ത് വന്നു. അപ്പോൾ അതിൽ നാടകമല്ല അതിൽ കണ്ടു. അങ്ങനെ നമ്മൾ വായന തുടങ്ങുന്നത് ഏതാണ്ട് കുറച്ചും കൂടെ വായന തുടങ്ങുന്നത് ആ കാലത്താണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സജീവമാവുന്നതോടുകൂടി തന്നെ വായനയിലേക്ക് എല്ലാവർക്കും പൊതുജനങ്ങൾക്ക് താല്പര്യമുണ്ട്. അത്തരം ഒരു സൗകര്യം ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു ബോധം അന്ന് ആളുകൾക്ക് ഉണ്ടായിരുന്നു. കാരണം കുറേ കൂടി ഈ വായനയും സാമൂഹ്യമായ ഒരു മാറ്റത്തിന് വായന എങ്ങനെ ഉപകരിക്കുന്നു അന്ന് എല്ലാവർക്കും അറിയാൻ തോന്നും. പ്രത്യേകിച്ചിട്ട് ഇടതുപക്ഷ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ അവരുടെ ഒരു നേതൃത്വത്തിൽ നമ്മളെ ഓരോരോ വായനശാലകളിലും അന്ന് ലൈബ്രറി ആരംഭിച്ചിട്ടുണ്ട്. തെയ്യങ്ങൾക്കും ഇങ്ങനെ ഈ കലയുടെ ഒരു ചരിത്രമുണ്ടല്ലോ. അതിന് തെയ്യത്തിലിപ്പം സാഹിത്യമുണ്ട്, സാഹിത്യത്തിൽ നല്ല കഥയുണ്ട്, പാട്ടുണ്ട്, ചിത്രകലയുണ്ട്, സംഗീതമുണ്ട് ഒക്കെ. അങ്ങനെ എല്ലാറ്റിൻ്റെയും ഒരു മേളനാണ് നമ്മളുടെ നാട്ടിലുള്ള തെയ്യങ്ങൾ. നാടകങ്ങൾ വായിക്കുന്നതിൽ ഒരു സാഹിത്യകൃതി നോവൽ വായിക്കുന്നത് പോലെ തന്നെ അത്രയും പ്രാധാന്യത്തോടു കൂടിയിട്ട് നാടകങ്ങൾ വായിക്കുന്ന ഒരു കാലമായിരുന്നു. അതിനൊരു പ്രത്യേകതയുണ്ട്. ഒരു നാടകം മാക്സിമം ഒരു 100 പേജ് വലിപ്പമേ ഉണ്ടാവുള്ളൂ. സിനിമ പോലെ തന്നെ സിനിമ ഇപ്പോൾ നമ്മൾ 1-2 മണിക്കൂറിനുള്ളിൽ ഒരു വലിയ ജീവിതം അതിൽ ആവിഷ്കരിക്കുന്നുണ്ടല്ലോ. നാടകത്തിലും ഇത് സാധ്യമാണ്. വളരെ ചെറുപ്പത്തിൽ നമ്മളിപ്പോൾ ധാരാളം അങ്ങനെ പുസ്തകങ്ങൾ വായിക്കുന്നില്ല. അപ്പോൾ സാധാരണ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ വായിക്കുന്ന പുസ്തകങ്ങളുമായിട്ട് അനുഭവമുള്ളൂ. പക്ഷേ എൻ്റെ ഒരു ഓർമ്മയിലുള്ള ഒരു പ്രധാന സംഭവം, ഞങ്ങൾ സ്കൂളിലെ പ്രധാന അധ്യാപകൻ്റെ വീട് എൻ്റെ അയൽവക്കത്ത് തന്നെയാണ്. അപ്പോൾ അന്ന് പരീക്ഷയ്ക്ക് തലേന്ന് ഞങ്ങൾ മാഷുടെ വീട്ടിൽ പോകും. അപ്പോൾ പോയി കഴിഞ്ഞാൽ മാഷ് ഞങ്ങൾക്ക് ഓരോരോ കുട്ടികൾക്ക് എല്ലാവർക്കും അടുത്ത വീടുകളിലെല്ലാം കുട്ടികൾ പോയി കഴിഞ്ഞാൽ മാഷ് അന്ന് ദേശാഭിമാനി വാരിക വായിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഓരോ ലക്കം എല്ലാവർക്കും പരീക്ഷയ്ക്ക് വെച്ചെഴുതാൻ വേണ്ടിയിട്ട് തരുമായിരുന്നു. അപ്പോൾ പഠിക്കുന്ന പുസ്തകത്തിന് പുറത്ത് ഇങ്ങനൊരു പുസ്തകം ഉണ്ട് എന്ന് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന സന്ദർഭം അതാണ്. അപ്പോൾ ഈ പുസ്തകം പരീക്ഷ കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസം തന്നെ മാഷക്ക് തിരിച്ചു കൊണ്ട് കൊടുക്കണം ഈ ആഴ്ചപ്പതിപ്പ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ചെറുതായിട്ടൊന്നത് വായിക്കും. പക്ഷെ അന്ന് വായിച്ചാൽ അത് മനസ്സിലാവുമൊന്നുമില്ല. അങ്ങനെ സാഹിത്യ അഭിരുചി അന്നില്ല. പക്ഷെ നമ്മൾ അന്ന് ഈ ചെറിയ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകർ ഇപ്പോൾ ചെറുശ്ശേരിയുടെയൊക്കെ കൃഷ്ണഗാഥയിലൊക്കെയുള്ള ചില വരികൾ നമ്മൾ ഓർമ്മയിൽ എപ്പോഴും നിൽക്കുന്ന, ഇപ്പോൾ ചൊല്ലാൻ എനിക്ക് പറ്റില്ല എങ്കിലും നമ്മുടെ മനസ്സിലെവിടെയൊക്കെയോ അതിൻ്റെ ഒരു താളം ഇങ്ങനെ അവശേഷിച്ച് നിൽക്കുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ട് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ കൃഷ്ണഗാഥയിലെ ഏതാനും വരികളായിരിക്കും. അത് വളരെ പ്രധാനമായിരുന്നു. അത് ഇപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ട്. അതേപോലെ പിന്നെ UP സ്കൂളിലൊക്കെ പഠിക്കുമ്പം അവിടെ നിന്ന് മലയാളം പഠിപ്പിച്ചിട്ടുള്ള മാഷ് ഒരു ഗോപാൽ മാഷുണ്ട്. അദ്ദേഹം ഇതേപോലെ വളരെ മനോഹരമായിട്ട് കവിത ചൊല്ലി നമ്മളെ നമുക്ക് സാഹിത്യത്തോട് നമുക്ക് വളരെ താല്പര്യം തോന്നും. പക്ഷെ അക്കാലത്ത് സ്കൂളുകളിലൊന്നും വലിയ ഒരു സാഹിത്യത്തിനൊന്നും പ്രാധാന്യമില്ല. വർഷത്തിൽ ഒരു ദിവസമായിട്ട് തന്നെ ഒരാൾ ഒരു സാഹിത്യ സമാജം എന്ന് പറഞ്ഞിട്ട് അത് നമ്മളെ ക്ലാസ് മുറിക്ക് പുറത്ത് പറങ്കിമാവിൻ്റെ ചോട്ടല്ലോ അങ്ങ് ലാത്ര സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് UP സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പുറത്ത് ഇങ്ങനെ സാഹിത്യ സമാജം എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ചെറിയൊരു എഴുത്തുകാരൻ നമുക്കറിയില്ല, അത് അവരെഴുതുന്ന ആളാണെന്നൊന്നും അന്ന് അറിയില്ല, പക്ഷെ അങ്ങനെ നടത്താറുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നീട് സാഹിത്യത്തോട് കുറച്ച് താല്പര്യം വന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഞാൻ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ബാലരമയുടെ എന്തോ ഒരു ചെറിയൊരു പ്രസിദ്ധീകരണം അക്കാലത്ത് വന്നു. അപ്പോൾ അതിൽ നാടകമല്ല അതിൽ കണ്ടു. അങ്ങനെ നമ്മൾ വായന തുടങ്ങുന്നത് ഏതാണ്ട് കുറച്ചും കൂടെ വായന തുടങ്ങുന്നത് ആ കാലത്താണ്.
പിന്നീട് അതിനുശേഷം ഞങ്ങൾ കുട്ടികൾ ഇവിടെ നാടകം കളിച്ചു. ഇവിടെ കുന്നിൻ്റെ മുകളിൽ അന്നത്തെ കുട്ടികൾ ഇങ്ങനെ ചെറിയ ചെറിയ നാടകങ്ങൾ കളിക്കുമായിരുന്നു. പക്ഷെ അതൊന്നും ഒരു ഗൗരവമുള്ള ഒരു പ്രവർത്തനമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ 80കളിൽ നമ്മളെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സാംസ്കാരിക ക്ലബ്ബ് ഉണ്ടായിട്ട് സാംസ്കാരിക സമിതി ഉണ്ടാവുകയും നാടകങ്ങൾ വർഷം തോറും അവതരിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാനാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ചിട്ട് അഭിനയിക്കുന്ന ആളുമല്ല, പൊതുവെ ലേശം അന്തർമുഖനാണ്. ചെറുപ്പത്തിലെ അങ്ങനെ വലിയ ആളുകളുമായിട്ട് വലിയ സൗഹൃദമൊന്നും കാണിക്കില്ല, നിശബ്ദനായിട്ടെല്ലാം നോക്കുന്ന ഒരാൾ മാത്രമാണ്, പുറത്ത് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്ന ആളുകളാണ്. പക്ഷേ ഈ റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ചിട്ട് സംവിധായകൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നടന്മാരെ തിരഞ്ഞെടുക്കുന്ന സന്ദർഭത്തിൽ ഒരു റോൾ എനിക്ക് തരികയാണ്. എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല, അഭിനയിച്ചിട്ടില്ല. പക്ഷേ ആ ഒരു പരിശീലനം, അന്നത്തെ നാടക പരിശീലനം നമുക്ക് എന്തോ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട്. അഭിനയിക്കാനും സാഹിത്യത്തോട് സത്യത്തിൽ കൂടുതൽ അടുക്കാനും അതാണ് കാരണം ഉണ്ടായത്. പക്ഷെ പിന്നീട് നമ്മൾ എല്ലാ കൊല്ലം നാടകത്തിൽ അഭിനയിക്കുന്നു. അപ്പോൾ ഈ നാടകം അഭിനയിച്ച് തുടങ്ങുമ്പോഴുള്ള ഒരു പ്രയാസം എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് കലാകാരന്മാരുടെ ആളുകളുടെ പിന്തുണയുണ്ടെങ്കിലല്ലേ ഒരു നാടകം അവതരിപ്പിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ മുഴുവൻ ആളുകളെയും കിട്ടില്ല. അപ്പോൾ 2-3 നാടകം അങ്ങനെ അവതരിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ആളുകളിങ്ങനെ പിരിഞ്ഞു പോകാൻ തുടങ്ങി. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് വായനയിലേക്ക് ശക്തമായിട്ട് വന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാനെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ ഒറ്റപ്പെടലിൻ്റെ നിമിഷങ്ങളിൽ ലൈബ്രറികളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ലൈബ്രറികളിൽ പോയപ്പോഴും ആദ്യകാലത്ത് അങ്ങനെ വലിയ രീതിയിൽ ബാലസാഹിത്യമൊന്നും ഞാൻ വായിച്ചിട്ടില്ല. ആദ്യം തന്നെ ഞാൻ വായിച്ച പുസ്തകമെല്ലാം ഓർത്ത ഭയങ്കര അത്ഭുതം. കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ ലേഖനങ്ങൾ, പിന്നെ വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെ കണ്ണീരും കിനാവും പോലെയുള്ള പുസ്തകങ്ങൾ, അത്തരം പുസ്തകങ്ങളാണ് ആദ്യം വായിച്ചിരുന്നത്. നമ്മളിപ്പോൾ ജനപ്രിയ നോവലുകളോ അങ്ങനെയൊന്നും വായിച്ചു തുടങ്ങിയ ഒരു ബാല്യകാലം എനിക്കില്ല. ശരിക്കും പറഞ്ഞാൽ 1-2 നോവൽ വായിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ കുറച്ചും കൂടി കാലം കഴിഞ്ഞതിന് ശേഷം അന്ന് നമ്മൾ ഈ ലൈറ്റ് റീഡിങ്ങിനുള്ള നോവലുകൾ വായിക്കുന്നത്. ആദ്യകാലത്ത് വായിച്ച പുസ്തകങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ കുറ്റിപ്പുഴയുടെയും മറ്റേ വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെയൊക്കെ പുസ്തകങ്ങളാണ്. അപ്പോൾ സാഹിത്യത്തിൻ്റെ ഒരു അടിത്തറ നമുക്ക് ഉണ്ടാകുന്നത് അവിടെ നിന്നാണ്. പിന്നെ അന്ന് പത്രങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് ഇങ്ങനെ എപ്പോഴും പ്രസംഗങ്ങളൊക്കെ വരുന്നത് കേശവദേവിൻ്റെയൊക്കെ പ്രസംഗങ്ങളൊക്കെ ആണ്. എപ്പോഴും അവിടെ ഓരോ സ്ഥലത്ത് വലിയ വിവാദങ്ങളെല്ലായിട്ട് ഇങ്ങനെ വരിക. അതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് സാഹിത്യത്തോട് അടുപ്പിക്കാൻ കൗതുകമുണ്ട്, അതൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് വായനയുടെ ഒരു തുടക്കം. ഇവിടെ മണ്ടൂർ ഒരു വായനശാലയുണ്ടായിരുന്നു. അവിടെ നിന്ന് ധാരാളം പുസ്തകങ്ങളെടുത്ത് വായിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും കൂടുതൽ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുള്ളത് ഈ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ലൈബ്രറി. ചെറുതാഴം അന്ന് കുഞ്ഞുമംഗലം ചെറുതാഴം പഞ്ചായത്ത് രണ്ടും കൂടെ ഒന്നിച്ചിട്ടുള്ള ഒരു പഞ്ചായത്തായിരുന്നു. അന്ന് അവിടെ നല്ല ലൈബ്രറി ഉണ്ടായിരുന്നു. പഴയ മികച്ച പുസ്തകങ്ങളൊക്കെ, പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ നമ്മളെ ഹെമിംഗ്വേൻ്റെ കഴിവനും കടവും പോലെയുള്ള പുസ്തകങ്ങളൊക്കെ അതൊന്നും നമ്മൾ അന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട് എന്നല്ലാണ്ട് കാണാൻ കിട്ടുന്നില്ല. ആ പുസ്തകങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് നമ്മൾ പോവുകയാണ്. അങ്ങനെ ലൈബ്രറികളിലെത്തിയപ്പോൾ അവിടെ നിന്നാണ് ഏറ്റവും മികച്ച പുസ്തകങ്ങൾ വായിക്കാനുള്ള ഒരു സന്ദർഭം ഉണ്ടായത്. പക്ഷെ അവിടുത്തെ ഏതാണ്ട് പുസ്തകങ്ങളൊക്കെ വായിച്ചു തീർന്നപ്പോൾ പയ്യന്നൂരിലേക്ക് പോകുന്നു. അവിടെ LL ലൈബ്രറിയിൽ അംഗത്തെടുക്കുന്നു. പിന്നെ കൂടുതൽ ധാരാളം പുസ്തകങ്ങൾ വായിക്കാനുള്ളൊരു സന്ദർഭം ഉണ്ടായത് LL എന്നൊക്കെയാണ്. കാരണം ആ പഴയ കാലത്തെ ലൈബ്രറികളാണ്. വളരെ മികച്ച പുസ്തകങ്ങൾ അവിടെ നിന്ന് വായിക്കാൻ അന്ന് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യകാലത്ത് ഈ കുഞ്ഞുമംഗലം ചെറുതാഴം കുഞ്ഞുമംഗലം പഞ്ചായത്ത് സംയുക്ത പഞ്ചായത്തായിരുന്നു. പക്ഷേ നമ്മളെല്ലാം വളർന്നു വരുന്ന ഘട്ടത്തിൽ ഇവിടെ ചെറുതാഴത്ത് ലൈബ്രറി ഉണ്ടോ അല്ല, അവിടെ പഴയ പുസ്തകങ്ങളിൽ ഈ ഇതിൻ്റെ സീല് കണ്ടിട്ടാണ് ഇങ്ങനെ ഇത് ആദ്യകാലത്ത് ഒറ്റ പഞ്ചായത്ത് 2 ദേശം കൂടെ ചേർന്നിട്ട് ഒരു പഞ്ചായത്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അക്കാലത്ത് എനിക്ക് കൗതുകം തോന്നിയത് അന്നത്തെ ഈ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഇറക്കിയിട്ടുള്ള വിശ്വസാഹിത്യം, ഇപ്പോൾ റഷ്യയിലൊക്കെ ഉള്ള അല്ല ഇപ്പോൾ ഇയാളുടെ കേസരിയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള കേസരി ബാലകൃഷ്ണപിള്ള ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഫ്രഞ്ച് കഥകൾ, അത്തരം പുസ്തകങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അറിയുന്ന പുറത്തേക്കുള്ള മലയാള സാഹിത്യം മാത്രമല്ല പുറത്തേക്കുള്ള സാഹിത്യത്തിലേക്കുള്ള ഒരു വായനയുടെ ഒരു തുടക്കം ഈ വായനശാലയിൽ നിന്നായിരുന്നു. നാട്ടിലിപ്പോൾ മണ്ടൂർ പൊതുജന വായനശാലയിൽ നിന്ന് നമ്മൾ ആദ്യമായിട്ട് പുസ്തകം എടുത്തിട്ടുള്ളത് മണ്ടൂർ പൊതുജന വായനശാല അവിടെ നിന്നാണ് ആദ്യം. അത്
ആദ്യം പഴയ കെ കേരളീയൻ എന്നൊക്കെ പറയുന്ന ആളുകൾ അവർ അന്ന് സ്ഥാപിച്ചിട്ടുള്ള ഒരു ലൈബ്രറി, ഒരു വായനശാലയാണ്. ലൈബ്രറി പിന്നീടാണ് അവിടെ ആരംഭിക്കുന്നത്. അവിടെ നിന്നാണ് ആദ്യകാലത്ത് പുസ്തകം എടുത്ത് വായിച്ചിരുന്നത്. പിന്നീടാണ് പഞ്ചായത്ത് ലൈബ്രറികളിൽ അവിടെ നിന്നൊക്കെ വായന തുടങ്ങുന്നത്. അപ്പോൾ പ്രത്യേകിച്ചിട്ട് എല്ലാ ഗ്രാമങ്ങളിലും അന്ന് വായനശാലകൾ സജീവമായി വന്ന ഒരു കാലമാണത്. പ്രത്യേകിച്ചിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സജീവമാവുന്നതോടുകൂടി തന്നെ വായനയിലേക്ക് എല്ലാവർക്കും പൊതുജനങ്ങൾക്ക് താല്പര്യമുണ്ട്. അത്തരം ഒരു സൗകര്യം ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു ബോധം അന്ന് ആളുകൾക്ക് ഉണ്ടായിരുന്നു. കാരണം കുറേ കൂടി ഈ വായനയും സാമൂഹ്യമായ ഒരു മാറ്റത്തിന് വായന എങ്ങനെ ഉപകരിക്കുന്നു അന്ന് എല്ലാവർക്കും അറിയാൻ തോന്നും. പ്രത്യേകിച്ചിട്ട് ഇടതുപക്ഷ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ അവരുടെ ഒരു നേതൃത്വത്തിൽ നമ്മളെ ഓരോരോ വായനശാലകളിലും അന്ന് ലൈബ്രറി ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ ഗ്രാമങ്ങളിലും. അത് ഇടതുപക്ഷ പ്രവർത്തകർ മാത്രമല്ല, അതിന് മുന്നേ തന്നെ ഇപ്പം മറ്റു വായനശാലകളും ധാരാളം ഉണ്ടായിട്ടുണ്ട്. അന്ന് പൊതുവിൽ എല്ലാ സ്ഥലത്തും വായനശാലകളുണ്ട്. അത് ഈ 80കളിൽ കേരളത്തിലെ ഓരോരു ഗ്രാമങ്ങളിലും ഒന്നിലധികം അമേച്ചർ കലാസമിതികളുടെ നാടക ട്രൂപ്പുകൾ, എല്ലാ ഗ്രാമങ്ങളിലും 2-3 കലാസമിതികൾ പ്രവർത്തിക്കും. അപ്പോൾ വർഷത്തിൽ ഒരു നാടകമെങ്കിലും ഓരോ കലാസമിതിയും അവതരിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഒരു നാടകോത്സവം പോലെ, ഇന്ന് ഒരു അനുഷ്ഠാനം പോലെ തന്നെ വർഷത്തിലൊരു നാടകം അവതരിപ്പിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. മിക്കവാറും ഓരോ ഗ്രാമത്തിലും ഒരു 5-10 ആളുകളെങ്കിലും നാടകത്തിൽ സ്ഥിരമായിട്ട് അഭിനയിക്കുന്ന ആളുകളുണ്ടാവും. മികച്ച നടന്മാരൊന്നും ആയിരിക്കണം എന്നില്ല, എങ്കിലും ഒരു നാടക പ്രവർത്തനം അന്ന് സജീവമായിരുന്നു. സ്വാഭാവികമായിട്ട് നമുക്ക് പുസ്തക വായനയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വലിയ അറിവ് കിട്ടുന്നത് നാടകത്തിൽ നിന്നാണ്. കാരണം പുസ്തകം ഒരു വ്യക്തിയാണ് വായിക്കുന്നത്. നാടകം എന്ന് പറയുന്നത് ഒരു വലിയ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ആയിരക്കണക്കിന് ആളുകളിലേക്ക് ഒന്നിച്ചിട്ടാണ് ഈ ആശയങ്ങൾ പോകുന്നത്. പിന്നെ അതേപോലെ തന്നെ വേറൊരു സംഭവം, അന്ന് ക്ഷേത്രങ്ങളിൽ ഈ പുരാണ നാടകങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത്തരം നാടകങ്ങളും നമുക്ക് പുരാണ കൃതികൾ വായിച്ചിട്ടല്ല നമ്മൾ അറിയുന്നത്, നാടകം കണ്ടിട്ടാണ്. അതും അന്ന് വളരെ പ്രധാനമായിരുന്നു. നമ്മളെ കുട്ടിക്കാലത്ത് നമ്മൾ കാണുന്ന ഈ നാടകങ്ങൾ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നാടക സാഹിത്യമാണ് നമ്മളുടെ ഉള്ളിലേക്ക് വരുന്നത്. പിന്നെ ഇവിടെ ഉള്ളത് തെയ്യങ്ങളാണ്. തെയ്യങ്ങൾക്കും ഇങ്ങനെ ഈ കലയുടെ ഒരു ചരിത്രമുണ്ടല്ലോ. അതിന് തെയ്യത്തിലിപ്പം സാഹിത്യമുണ്ട്, സാഹിത്യത്തിൽ നല്ല കഥയുണ്ട്, പാട്ടുണ്ട്, ചിത്രകലയുണ്ട്, സംഗീതമുണ്ട്, ഒക്കെ അങ്ങനെ എല്ലാറ്റിൻ്റെയും ഒരു മേളനാണ് നമ്മളുടെ നാട്ടിലുള്ള തെയ്യങ്ങൾ. അതിപ്പോൾ ഏതെങ്കിലും അത് വിശ്വാസമുള്ളവർക്ക് വിശ്വാസത്തിൽ വായിക്കാം, കലയായിട്ടുള്ള ആളുകൾക്ക് കലയോട് താല്പര്യമുള്ളവർക്ക് അങ്ങനെ ഒരു കലാരൂപമായിട്ടും അതിനെ ആസ്വദിക്കാവുന്നതല്ലേ. വായനശാലകളിലൊക്കെ അന്ന് ലൈബ്രറികളൊക്കെ പ്രവർത്തിക്കുന്നത് വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷം മാത്രമായിരിക്കും. രാവിലെ ഒന്നും വായനശാലയിൽ അങ്ങനെ പത്രങ്ങൾ വായിക്കാൻ ആൾ വരുന്നല്ലാതെ പുസ്തകങ്ങൾ എടുക്കാൻ വളരെ അപൂർവമായിട്ട് ആളുകളുണ്ട്. അത് മിക്കവാറും അത് പ്രവർത്തിക്കൽ വൈകുന്നേരങ്ങളിലാണ്. അപ്പോൾ ആ 4 മണിക്കോ 5 മണിക്കോ ശേഷം മാത്രമാണ്. അപ്പോൾ ആ സന്ദർഭങ്ങളിൽ ആളുകൾ പുസ്തകം എടുക്കും. പക്ഷേ അപൂർവ ആളുകളെ അന്ന് വായനശാലകളിലും അന്നും പുസ്തകം എടുത്തിട്ടുള്ളൂ. നമ്മൾ വിചാരിക്കുന്ന പോലെ ആളുകൾ വരും പണ്ട് എല്ലാവരും വായിച്ചു എന്നൊക്കെ ഉള്ളൊരു സങ്കല്പം അന്നില്ല. അത് വളരെ അപൂർവ ആളുകളാണ്. അത് പക്ഷേ പഴയ ഇടതുപക്ഷ പ്രവർത്തകരിൽ ചിലർക്കെങ്കിലും വായനയോട് അന്ന് വലിയ താല്പര്യം കണ്ടിട്ടുണ്ട്. അവരൊക്കെ വായിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ വായിക്കണം എന്നൊരു ബോധം നമ്മുടെ പൊതുസമൂഹത്തിൽ ഉണ്ട്. നമുക്ക് അറിവ് നേടണം, അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു പുറലോകത്തേക്ക് നമ്മളെ തന്നെ ഒന്ന് ഉറപ്പിച്ച് നിർത്താൻ, ബലപ്പെടുത്തി നിർത്താൻ വായന ആവശ്യമാണെന്ന് അന്നത്തെ ആളുകൾക്ക് തോന്നിയിട്ടുണ്ട്. അത് വളരെ പ്രധാനം തന്നെയായിരുന്നു. സ്ത്രീകൾ വായനശാലയിൽ അന്ന് പുസ്തകം എടുക്കാൻ വരുന്നൊന്നും അങ്ങനെ കണ്ടിട്ടേ ഇല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഈ ഏരിയയിലൊന്നും അങ്ങനെ സ്ത്രീകളുടെ ഒരു പങ്കാളിത്തം ഇല്ല വായനശാലകളിൽ. ഇപ്പോഴും ആളുകളുണ്ടെങ്കിലും അത് ഇപ്പോഴും പുസ്തകം എടുക്കാനല്ല വരുന്നത്. ഇപ്പോഴും പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള അവരുടെ മറ്റ് ഭാഗമായിട്ട് ഇങ്ങനെ വരുന്നതാണ്. മറ്റിപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് കൂടുതൽ ആളുകളൊക്കെ വരുന്നത്. വായനയിലേക്ക് അങ്ങനെ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ വന്നിട്ട് കണ്ടിട്ടില്ല. ശരി, വായനശാലകളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഈ പുസ്തകങ്ങൾ എഴുതിയ എഴുത്തുകാർ ഓരോ പുസ്തകം കാണുമ്പോഴും നമുക്ക് അത്ഭുതമാണ്. അത്ഭുതം എന്ന് പറഞ്ഞാൽ ആദരവോട് കൂടിയിട്ടില്ല ഒരു പ്രത്യേക അത്ഭുതമാണ്. കാരണം
ഈ പുസ്തകങ്ങൾ എത്ര എഴുതിയ മനുഷ്യർ എന്ത് തരം മനുഷ്യരാണ്. നമുക്ക് അവരെ എഴുത്തുകാരെ കാണാൻ കിട്ടുന്നില്ല, നമ്മൾ എഴുത്തുകാരെ കണ്ടിട്ടില്ല, പക്ഷെ നമ്മൾ കൃതികൾ കാണുന്നുണ്ട്. നമ്മൾ ഓരോ പുസ്തകവും മറിച്ച് നോക്കുന്നു. ലൈബ്രറി പോയാൽ കുറേ സമയം അവിടെ ചിലവിടുന്നുണ്ട്. നമ്മൾ ഒരു പുസ്തകം എടുത്തിട്ട് വരും, അന്ന് ഒരു പുസ്തകമേ തരുമില്ല. ഇന്നിപ്പം 2-3 പുസ്തകങ്ങളൊക്കെ ഒരു മെമ്പർക്ക് തരുമെങ്കിലും അന്ന് ഒറ്റ പുസ്തകമേ തരൂ. അന്ന് ചിലപ്പോൾ 50 പൈസ, 1 രൂപ ഒക്കെ ആയിരുന്നു അന്നത്തെ മെമ്പർഷിപ്പ്. അത് 6 മാസം കൂടുമ്പോഴാണ് അടക്കേണ്ടത് തോന്നുന്നത്, അങ്ങനെയാണ് തോന്നുന്നത്, ഓർമ്മയിൽ അത്രയേ ഉള്ളൂ അത്. പക്ഷെ അതെല്ലാം വലിയ പ്രയാസമായിരുന്നു അന്ന്. ഇങ്ങനെ നമുക്ക് പുസ്തകം പൈസ കൊടുത്തിട്ട് ചെറിയ തുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ 60 പൈസയോ 50 പൈസ 60 പൈസ എന്നെല്ലാം പറയുമ്പോൾ ചെറിയ തുകയായി തോന്നാം. അന്നല്ല അത്, അന്നൊക്കെ അത് വലിയ പ്രധാനപ്പെട്ട സംഖ്യ തന്നെയാണ്. അപ്പോൾ അന്ന് അത് കൊടുത്തിട്ട് മാത്രമല്ല, ഒരാഴ്ചക്കുള്ളിൽ പുസ്തകം തിരിച്ചേൽപ്പിച്ചിട്ടില്ലെങ്കിൽ അവരതിനൊരു പിഴ ചുമത്തുകയും ചെയ്യും. അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഈ പുസ്തകം വായിച്ചിട്ട് ഏൽപ്പിക്കണം, അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് വീണ്ടും അത് റിന്യൂ ചെയ്തിട്ടും മേടിക്കണം, അടുത്ത ഒരാഴ്ചത്തേക്കും കൂടെ പുതുക്കി വാങ്ങുക എന്നുള്ള ഒരു സംഭവമുണ്ട്. അങ്ങനെ ഒരു സംവിധാനം വായനശാലകളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വായിച്ചു തീരാത്ത പുസ്തകമാണെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് ഒന്നും കൂടെ അത് പുതുക്കി വാങ്ങിക്കും. ഇന്നത്തെ പോലെ കഥയോ നോവലൊന്നും അല്ല ആളുകൾ വായിച്ചിരുന്നത്. ആ സമയത്ത് എനിക്ക് തോന്നുന്നത് നാടകങ്ങളാണ്. നാടകങ്ങൾ വായിക്കുന്നതിൽ ഒരു സാഹിത്യകൃതി നോവൽ വായിക്കുന്നത് പോലെ തന്നെ അത്രയും പ്രാധാന്യത്തോടു കൂടിയിട്ട് നാടകങ്ങൾ വായിക്കുന്ന ഒരു കാലമായിരുന്നു. അതിനൊരു പ്രത്യേകതയുണ്ട്. ഒരു നാടകം മാക്സിമം ഒരു 100 പേജ് വലിപ്പേ ഉണ്ടാവുമല്ലോ. സിനിമ പോലെ തന്നെ, സിനിമ ഇപ്പോൾ നമ്മൾ 1-2 മണിക്കൂറിനുള്ളിൽ ഒരു വലിയ ജീവിതം അതിൽ ആവിഷ്കരിക്കുന്നുണ്ടല്ലോ. നാടകത്തിലും ഇത് സാധ്യമാണ്. പക്ഷെ നോവലാണെന്ന് പറഞ്ഞാൽ 200-300 വലിയ നോവൽ 200-300 പേജുകളിലേക്ക് അങ്ങനെ നീണ്ടുപോകും. അത്രയും വായിക്കേണ്ട കാര്യം അന്നില്ല. നമുക്ക് ചെറിയൊരു പുസ്തകത്തിൽ തന്നെ ഒരു വലിയൊരു അനുഭവ ലോകം തുറന്നു കിട്ടും. പിന്നെ മാത്രമല്ല, മറ്റ് സാഹിത്യ രൂപങ്ങൾക്ക് ഇല്ലാത്തൊരു സവിശേഷത നാടകത്തിന് എന്താ ഉള്ളതെന്ന് പറഞ്ഞാൽ, നാടകത്തിൻ്റെ ഉള്ളിൽ ഒരു അകം ഉണ്ട് എന്നുള്ളതാണ്. നാടകത്തിൽ തന്നെ ഒരു അകമുണ്ട്. കഥയിൽ നമുക്ക് വായിച്ചാൽ അത് അങ്ങനെ കിട്ടില്ല. ഒരു പ്രത്യേകിച്ചിട്ട് അന്നത്തെ ഒരു വായനയിൽ എനിക്ക് വളരെ ഇതായി തോന്നിയിട്ടുള്ള ഒരു കാര്യങ്ങൾ, വായനയൊക്കെ ശക്തമായി വന്നപ്പോൾ മലയാളത്തിലെ നോവലുകൾ വായിക്കാൻ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ദേശത്തുള്ള അല്ലെങ്കിൽ നമ്മളുടെ അനുഭവ ലോകത്തുള്ള ഒന്നും അതിൽ ആവിഷ്കരിച്ച് കാണുന്നില്ല. അന്ന് പ്രത്യേകിച്ചിട്ട് നമ്മളൊക്കെ വായിച്ചു തുടങ്ങുമ്പോൾ ഈ ആധുനികതയുടെ ഒരു വലിയ ട്രെൻഡുള്ള കാലമാണ്. അപ്പോൾ ഡൽഹിയിൽ നിന്നൊക്കെ വരുന്ന സാഹിത്യമാണ് ഏറ്റവും പ്രധാനം. പക്ഷെ അതല്ല നമ്മളുടെ അനുഭവ ലോകം, കേരളത്തിൻ്റെ അനുഭവ ലോകം അതല്ല. അപ്പോൾ അന്ന് നമ്മൾ വായിച്ച പുസ്തകങ്ങൾ എന്ന് പറയുന്നത് നിരഞ്ജനയുടെ ചിരസ്മരണ കന്നഡ നോവലാണ്, ശ്രീകൃഷ്ണ ആലനഹള്ളിയുടെ പാവത്ത എന്ന് പറഞ്ഞ നോവലുകൾ. ഇത്തരം നോവലുകൾ ശിവരാമകാരത്തിൻ്റെയും ശ്രീകൃഷ്ണ ആലനഹള്ളിയുടെയൊക്കെ നോവൽ വായിക്കുമ്പോൾ അത് നമ്മളുടെ ദേശത്തെ അനുഭവങ്ങൾ എഴുതിയതുപോലെ വളരെ പ്രധാനമായിട്ട് തോന്നി. അതുപോലെ അനന്തമൂർത്തിയുടെ അനന്തമൂർത്തിയുടെ നോവലുകൾ, ഈ നോവലുകൾക്കൊക്കെ ഒരു കേരളീയമായ ഒരു അന്തരീക്ഷം കൂടെ ഉണ്ട്. ഇപ്പോൾ മുകുന്ദൻ്റെയോ ആനന്ദിൻ്റെയൊക്കെ നോവലുകൾ നമ്മൾ പിന്നീടാണ് കുറേ കൂടെ ഗൗരവമായിട്ട് വായിക്കുന്നത്. അത് പിന്നെ മറ്റൊരു ലോകമാണ് ആവിഷ്കരിക്കുന്നത്. ദേവിൻ്റെ നോവലുകൾ വളരെ ആകാംക്ഷയോടെ, കേശവദേവിൻ്റെ നോവലുകൾ അന്ന് വായിച്ചിട്ടുണ്ട്. അയൽക്കാർ എന്നുള്ള നോവൽ, ഓടയിൽ നിന്ന്, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട അന്ന് വളരെ ചർച്ച ചെയ്യപ്പെട്ട നോവലുകളായിരുന്നു.